ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക്സഭയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. പ്രധാനമന്ത്രിയുടെ മറുപടി ഒഴിവാക്കി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം ലോക്സഭ പാസാക്കി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. രാജ്യസഭയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. വൈകിട്ട് 5 മണിക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി പറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡി ധനസുമോദ് ചേരുകയാണ് വിവരങ്ങളുമായി. ധനസുമോദ്, 5 മണിക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വലിയൊരു പ്രതിഷേധം അവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെങ്ങനെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന്റെ ആഴം? കോൺഗ്രസ് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ സംസാരിക്കാൻ അനുവദിക്കാതെ, അദ്ദേഹത്തിന്റെ സംസാരം പൂർണ്ണമായി അനുവദിക്കാതെ ഒരു കാരണവശാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കേണ്ട സമയമുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതൊന്നും നടന്നില്ല. അപ്പൊ ഇന്ന് അദ്ദേഹം പ്രസംഗിക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. കാര്യം ഈ പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ എംപിമാർ സംസാരിക്കുന്നതിന്റെ ഒരു ക്രോഡീകരിച്ച് ഒരു നയപ്രഖ്യാപനത്തിന്റെ ഒരു മറുപടിയായി പ്രധാനമന്ത്രിമാർ നിരന്തരം നടത്തുന്ന ഒരു പ്രസംഗമാണ് ഈ നയപ്രഖ്യാപനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അത് ലോക്സഭയിലെ പ്രസംഗം 2 മണിക്കൂറും 3 മണിക്കൂറും വരെയൊക്കെ നീണ്ടുപോകുന്ന ചില പ്രസംഗങ്ങളാണ്. അത് പലപ്പോഴും ഈ നയപ്രഖ്യാപനത്തിൽ നിന്ന് ഉപരിയായിട്ട് ഒരു രാഷ്ട്രീയ പ്രസംഗമായിട്ടും അത് പ്രതിപക്ഷത്തിനെ ആക്രമിക്കുന്ന തരത്തിലാണ് സാധാരണ മാറാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം അനുവദിക്കില്ല എന്ന്. അങ്ങനെ ഇന്നും അനുവദിച്ചില്ല. ഏറ്റവും ഒടുവിൽ നയപ്രഖ്യാപനം പാസാക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്, ലോക്സഭ ചെയ്തത്. ഇനി അടുത്ത പ്രസംഗം നടക്കുന്നത് 5 മണിക്കാണ്. വൈകിട്ട് ഈ 5 മണിക്ക് പ്രധാനമന്ത്രി രാജ്യസഭയിലേക്ക് എത്തുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ലോക്സഭയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തപ്പോൾ താരതമ്യേന ശാന്തമായിട്ടായിരുന്നു രാജ്യസഭ നടന്നിരുന്നത്. പക്ഷേ ഇന്ന് രാജ്യസഭ കലങ്ങി മറിഞ്ഞാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം മൂലം നടക്കുന്നത്. തുടക്കത്തിൽ തന്നെ JP നഡ്ഡ പറഞ്ഞത് ഒരു കാരണവശാലും ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ സംസാരിച്ചില്ല എന്നുള്ളത് ഒരു പ്രശ്നമാക്കി രാജ്യസഭയിൽ ഉന്നയിക്കരുത്. സഭ രണ്ടാണ്, അതുകൊണ്ട് സഭാ മര്യാദകൾ പാലിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ CPM എംപിമാർ അടക്കം കോൺഗ്രസ് എംപിമാർക്ക് ഒരു പല തരത്തിലുള്ള ഒരു മറുപടി നൽകിക്കൊണ്ട് പലപ്പോഴും BJPക്ക് മറുപടി നൽകാനായി കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് വരികയും അങ്ങനെ വലിയ പിന്തുണയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് അടക്കം ആവശ്യപ്പെടുകയായിരുന്നു. ഇനി വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി സഭയിലെത്തുമോ പ്രസംഗിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് കണ്ടറിയേണ്ടത്. അതോ ഇനി ലോക്സഭ പോലെ തന്നെ ഒരു നയപ്രഖ്യാപനം പാസാക്കിയെടുക്കാൻ വേണ്ടി മാത്രമായി സഭ ചേരുമോ എന്നാണ് അറിയേണ്ടത്. ലോക്സഭ ഏതായാലും ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ധനസുമോദ്, രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ നരേന്ദ്രമോദിയെ മിണ്ടിക്കില്ല എന്നായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പറഞ്ഞത്, പ്രതിപക്ഷം പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുക തന്നെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷം ചെയ്തത്, അല്ലേ? സാധാരണ നിരന്തരമായി നമ്മളൊരു 11 വർഷത്തെ ഒരു പ്രതിപക്ഷ ചരിത്രം പരിശോധിച്ചാൽ പ്രതിപക്ഷത്തിന് വളരെ അപൂർവമായി മാത്രമാണ് ഒരു വിജയം പാർലമെന്റിൽ ഉണ്ടാകുന്നത്. കാര്യം കനത്ത ഭൂരിപക്ഷത്തിൽ, മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിൽ ഭരണപക്ഷം BJP എംപിമാർ പലപ്പോഴും പ്രതിപക്ഷ എംപിമാരെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല പലപ്പോഴും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ നിഷാദ് ദുബൈയെ പോലുള്ളവരാണ് നിരന്തരം വ്യക്തിപരമായ ആക്രമണം, കുടുംബപരമായ ആക്രമണം, ആ തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്നത്. പക്ഷേ ഇന്ന് എന്താണോ രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെ സംഭവിച്ചു. ഒരു കാരണവശാലും ഇതിന് മറുപടി പറയാതെ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചൈനീസ് പട്ടാളത്തിന് ഇരമ്പി വന്നു കഴിഞ്ഞപ്പോൾ നരവരെ പറയുന്നത് പോലെ അദ്ദേഹം മിണ്ടാതിരുന്നു? ഒരു മറുപടി എന്തുകൊണ്ട് നൽകിയില്ല? രാജ്യം ആ തരത്തിലുള്ള ഒരു ആക്രമണത്തിനിരയായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് മോദി മൗനം പാലിച്ചു? ഈ പട്ടാള മേധാവിയോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി പറയാനാണോ ഇവിടെ ഒരു സർക്കാരുള്ളത്? മാത്രമല്ല ഇത് കൂടാതെ ഇൻഡോ അമേരിക്കൻ കരാറുണ്ട്. ഇത് പ്രഖ്യാപിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ പരമാധികാരം മുഴുവനും പണയം വെച്ച് ട്രംപിന് മുമ്പിൽ പണയം വെക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് കാണുന്നത്. ഇതിനെല്ലാം എണ്ണി പ്രധാനമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഏതായാലും അതിനു മുമ്പ് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അത് അനുമതി കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം പ്രധാനമന്ത്രിയെയും പ്രസംഗിക്കാൻ അനുവദിച്ചില്ല.